ഇന്നേ കുറച്ച് അവിടെ ഓടുന്നേ മീൻ വെട്ടാൻ പോവാന്നും ഇരുമ്പെടുത്തപ്പോഴേ ഞാൻ മീൻ വെട്ടാൻ പോവാന്ന് പറഞ്ഞ് ഒരാൾ കരച്ചിലോട് കരച്ചില്ല മ്യാവും മ്യാവും മ്യാവൂന്ന്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുഖുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് ചക്കയൊക്കെ ഒന്ന് വെട്ടിപ്പറിക്കാം. രാവിലെ കുറച്ച് ചക്ക കിട്ടും. ചക്ക കിട്ടുമെന്നല്ല, ചക്ക ഇട്ടു. അത് ഞങ്ങൾക്ക് കൂടെ ഇച്ചിരി തന്നു. അങ്ങനെ ഞാൻ രാവിലെ ഇത് നുള്ളിപ്പറക്കും. എല്ലാം നമുക്ക് അടുക്കളയിലെല്ലാം ആയി. ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് വെട്ടിപ്പറക്കിയൊക്കെ വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നേ ചക്ക കിട്ടിയെന്ന് സുപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആർക്കും ഒരു ദയ തോന്നിയില്ല ഈ സുപ്പിന് ഇച്ചിരി ചക്ക തരാൻ, അല്ലേ? വല്ലപ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ നമുക്ക് തരും കേട്ടോ. ഞങ്ങളെ നാട്ടുകാരൊന്നും തന്നെ കഴിക്കുന്നവരെല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കൊടുക്കുന്നവരേട്ടോ. ഞങ്ങൾ അയൽവാസികൾ എങ്ങനെ ഇച്ചിരി കിട്ടിയാലും ഞങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ തന്നെ കഴിക്കുന്നവരും കാണും. അവർ കഴിച്ചോട്ടെ, ആര് കഴിച്ചാലും അല്ലേ? എന്താ ആര് തന്നെ കഴിച്ചാലും. അപ്പോൾ വെള്ളച്ചക്ക കേട്ടോ, വെള്ളച്ചക്കയാ ഞങ്ങളുടെ ആദ്യത്തെ ചക്ക കേട്ടോ. ഞങ്ങൾ അപ്പുറത്തുനിന്ന് വന്നതാണ്. അപ്പോഴവിടുത്തെ ആദ്യത്തെ ചക്ക നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാം. ആരെന്ത് വന്നാലും വേണ്ടാന്നൊന്നും പറയണ്ട കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം വേണ്ടാന്ന് പറയത്തുള്ളൂ. അപ്പോഴും അറിയത്തില്ലല്ലോ എപ്പോഴാണ് നമുക്കൊരു മുട്ട് വരുന്ന വലിയ ഗമയിൽ നമ്മൾ പറയും തരുന്നതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ ഒരു മുട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടേ ഓടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് വേണ്ടാന്ന് പറയത്തില്ല കേട്ടോ. രണ്ട് കൈ നീട്ടി നമ്മൾ സ്വീകരിക്കും, അല്ലേ? അറിയത്തില്ല എപ്പോഴാണ് നമുക്ക് മുട്ടൊക്കെ വരുന്നത്. നമ്മൾ അന്നേരം അങ്ങോട്ടേ പോകത്തുള്ളൂ. നമ്മുടെ ഇവിടെ ചക്ക വേവിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ചില നാട്ടിൽ വേറെ എന്തോ പറയുന്നത്, ചക്ക അവിക്കുക. ഇവിടെ നമ്മൾ ചക്ക വേവിക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഇവിടെ ചക്ക എന്ന് വെച്ചാൽ സംഭവം നമുക്കില്ലാത്തത് കൊണ്ട്, ദാരിദ്ര്യം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. നമ്മുടെ കാക്കച്ചിമാരും നമ്മുടെ പൂച്ചക്കൂട്ടനും എല്ലാം ബഹളമാണ് ഇവിടെ. ബഹളത്തോട് ബഹളം. എനിക്ക് മീനൊക്കെ ആയിട്ടോ. ഇന്ന് ചൂരക്കറി വെച്ചു, ചൂര വറുത്തു, പിന്നെ പാവയ്ക്കായും അമരയ്ക്കയും കൂടെ തോരൻ വെച്ചു, മോര് കാച്ചി, തീയലുണ്ടാക്കി രാവിലെ. ഇത്രയൊക്കെ പോരെ കറികൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ചക്ക നുള്ളി പറക്കുന്നത്. ചിലരുണ്ടല്ലോ ചക്ക നുള്ളി പറക്കുമ്പം അത് വേവിക്കാൻ കിട്ടത്തില്ല, മൊത്തം അവരുടെ വയറ്റിലാക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. പച്ചയ്ക്ക് എനിക്കങ്ങനെ തോന്നത്തില്ല. ചിലരിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് വെള്ളച്ചക്ക കേട്ടോ, അതാ വെളുത്തിരിക്കുന്നത്, വിളഞ്ഞതാ. മോന് വേണോ? എൻ്റെ കൊച്ചിനും വേണ്ട കേട്ടോ. കൂഞ്ഞു കൊള്ളാവോ എന്തുവാണ്. അതിനും വേറെ പേരുണ്ട്, കൂഞ്ഞിനും വേറെ പേരുണ്ടല്ലോ അല്ലേ? എൻ്റെ പൊന്നെ ഞാൻ രാവിലെ കൊച്ചു പിള്ളേരും മാറി പോവാ കരച്ചിൽ കേട്ടാല്. എന്തുവാ? ചില സമയത്തേ ഈ കരച്ചിൽ കേട്ട പിള്ളേര് കരയുന്നതിൻ്റെ കൂട്ടാ കരയുന്നു. ഒക്കെ കുഞ്ഞു പാവന്മാര്. നമ്മുടെ സരസ് വേറെ രീതിയിലൊക്കെ കേട്ടോ ചക്ക വെട്ടി പറിക്കുന്നത്. ഞാൻ ഈ രീതിയിലൊക്കെ, ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാനങ്ങനെ ചക്ക നുള്ളി പറക്കാനായിട്ട് ഇരിക്കത്തില്ല. അവിടെ സരസ്വ ഇതൊക്കെ ചെയ്തു തരുന്നത്. ഇപ്പം എന്നെ സരസ്വന് വയ്യ. ഞാൻ വിചാരിച്ചു രാവിലെ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇച്ചിരി ഉള്ളല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റിയ പണിയേ ഉള്ളല്ലേ. അയ്യോ, വരുന്നോ ഇല്ലല്ലോ.
ആദ്യം ഇച്ചിരി എണ്ണ തൂക്കുക. എണ്ണ തൂത്തിട്ട് നമ്മൾ ചക്ക വെട്ടിപ്പറിക്കാൻ നിന്നാൽ നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ല കേട്ടോ. ഞാനങ്ങനെ ആദ്യം ഇച്ചിരി എണ്ണ തൂത്തായിരുന്നു കയ്യിൽ. നമ്മുടെ ഈ ചക്കച്ചവണി വരെയല്ലേ ഓരോരുത്തർ തോരൻ വയ്ക്കുന്നതല്ലേ. ഇല്ലാത്തവരുടെ കാര്യമാണേ പറയുന്നത്. വലിയ അരക്കില്ല. ചില ചക്കയ്ക്ക് ഭയങ്കര അരക്കാട്ടോ. എന്തൊരു അരക്കാന്നറിയാം. ഇതിന് പക്ഷേ അരക്കില്ല. അരക്ക് കുറഞ്ഞ ചക്ക. ചക്ക മോഡല് നമുക്ക് പശുവിനും കൊടുക്കാം. നമുക്കില്ല. അപ്പുറത്തൊരു അമ്മാമ്മ വരും കേട്ടോ. അമ്മാമ്മയ്ക്ക് കൊടുക്കാം. പാവം പശു ഉമ്മാമ്മ കഴിച്ചോട്ടെ. ചിലത് കാണാൻ കുഞ്ഞു ചുളയായ ഭയങ്കര പാടാണ് നമുക്ക് പറക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ എന്തോ ചെയ്യും? സരസൂരെ ഏൽപ്പിക്കും. സരസ് അവിടെ കിടന്ന് ചീത്തവിളി. മഴ പെയ്യാത്തത് കൊണ്ടാ ഇത്രയും ചെറിയ ചുളയായിപ്പോയെന്നൊക്കെ അങ്ങോട്ട് തട്ടി വിടാൻ തുടങ്ങും. ഞാൻ പറയും അതെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടും. എന്നിട്ടേ പിന്നെ ഒത്തിരി സമയം കഴിയുമ്പം പറയും ഞാൻ ചക്കയൊക്കെ വെട്ടിപ്പറിക്കാൻ ഒരു പുതിയ ഐഡിയ. ഇവിടെ ഒരു സ്റ്റൂളുണ്ട്, അതിനകത്ത് വലിയൊരു ടൈലങ്ങ് പിടിച്ചു. അപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെട്ടിപ്പറക്കാനും അരിയാനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പോഴും സരസും അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഒറ്റ ഒരെണ്ണത്തിനെ കാണുന്നില്ല, ഞാൻ മാത്രമുണ്ട് ചക്കച്ചുള്ള നുള്ളി പറക്കാൻ. എന്ന് വെച്ചാൽ ചെറുതായപ്പോൾ അമ്മയ്ക്കും ദേഷ്യം വരും കേട്ടോ. ചക്കക്കുരു കൊള്ളാമോ എന്തോന്ന് അറിയത്തില്ല. നുള്ളി പറക്കിയിട്ട് നമുക്ക് ഇനിയും പണിയുണ്ട്. ഇതെല്ലാം ചവണിയെല്ലാം എടുത്ത് കളയുന്ന പരിപാടിയുണ്ട്. ചക്ക വേവിക്കുന്നത് നാളെ കാണിക്കാം കേട്ടോ. ഇന്ന് ചക്ക പറക്കുന്നത് മാത്രം നമ്മൾ കാണിക്കുക. ചക്ക വേവിക്കുന്നത് നാളത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അതിഗംഭീരമായിട്ട് ഞാൻ ചക്ക അങ്ങനെ നുള്ളി പറക്കിയൊക്കെ വെച്ചു. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ പേപ്പർ ഇട്ട് നമ്മൾ നുള്ളി പറക്കി എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ചവണിയൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കണം. എളുപ്പമല്ലേ. അതിനകത്തോട്ട് തന്നെ ഇതിനകത്തോട്ട് തന്നെ തട്ടി മറിച്ചിട്ടിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട്. ചവണി അങ്ങനെ ഇല്ല കേട്ടോ. ചവണി അങ്ങനെ ഇല്ലാത്ത ചക്ക എളുപ്പമാണല്ലോ പണി. ഇവിടെ ചക്ക അവിയൽ അത്ര ഇഷ്ടമല്ല കേട്ടോ. ചക്ക വേവിച്ചതാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ ചക്ക അവിയൽ അങ്ങനെ വയ്ക്കത്തില്ല. ചക്ക വേവിച്ചതാണ് ഇവിടെ ഇഷ്ടം. പക്ഷേ എൻ്റെ വീട്ടിൽ അവിടെ എല്ലാവർക്കും ചക്ക അവിയലാണ് ഇഷ്ടം. ചക്ക വേവിക്കുകയും ചെയ്യും. ഓരോരുത്തടത്തും ഓരോ ഇഷ്ടങ്ങളല്ലേ. നമ്മളെ നോക്കിയും കണ്ട് നിന്നാൽ നമുക്ക് കൊള്ളാം അല്ലേ. ഇടിയൊന്നും വാങ്ങിക്കാതെ രക്ഷപ്പെട്ടു പോരാ അല്ലേ. ഞങ്ങൾക്കിത് മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, ഇച്ചിരിയേ മതി. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് സരസുവിനെ കൊണ്ടുപോയി ഞാൻ കാണിക്കുന്നത് വെച്ചാൽ വലിയ ചളയായതുകൊണ്ട് തന്നെ ഞാൻ പറയും, കണ്ടോ സരസു, ഞാൻ ഇടിക്കുകയല്ലേ, കണ്ടോ ചക്കയൊക്കെ വെട്ടിപ്പറക്കിയത് കണ്ടോ എന്ന് ഞാൻ സരസുവിനെ കൊണ്ടുപോയി കാണിക്കും. അന്നേരം സരസ് പറയും എനിക്കറിയാം, പണ്ടേ എൻ്റെ മരുമോളും ഇടിക്കുകയാണെന്ന്. കേൾക്കണ്ട, അതേ വരുന്നില്ല അതൊന്നും ഇല്ലേ മണി, കേൾക്കണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ചക്കയ്ക്കൊപ്പുണ്ടോ ചങ്ങാതിപ്പച്ചി, പണ്ടൊരു പാട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ. ചക്കയ്ക്കൊപ്പുണ്ടോ? നമ്മുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ നാരങ്ങയല്ല ഈ ചക്കയ്ക്ക് എന്താ ഇങ്ങനെ തൊട്ട് കറി കൂട്ടി തിന്നും നമ്മൾ. പക്ഷെ ചക്ക മാത്രം കഴിക്കുമ്പോൾ ഞങ്ങൾ മാങ്ങ അച്ചാറാണ് അവിടെ കഴിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ
പിന്നെ ഇപ്പം ചക്കയായിട്ട് മാത്രമായിട്ടൊന്നും ആരും കഴിക്കത്തില്ലല്ലോ, ചക്കയും കഞ്ഞിയും അങ്ങനെയൊക്കെയല്ലേ. പിന്നെ ഇവിടെ ചക്ക എരിശ്ശേരി വയ്ക്കുമായിരുന്നു കേട്ടോ, തേങ്ങയൊക്കെ വറുത്തിട്ട് ചക്ക എരിശ്ശേരി വയ്ക്കുമായിരുന്നു. അതും സൂപ്പറാണ്, തേങ്ങയൊക്കെ വറുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ചക്കക്കുരു നല്ലതാണോ എന്തോ എനിക്കറിയത്തില്ല. ഇവിടെ അല്ലെങ്കിലും ചക്കക്കുരു ഇടുന്നതിനോട് ഏതെപ്പാണ്. നമ്മുടെ ഞാൻ ഒരു ചക്കക്കുരു പൊളിക്കുന്നത് കണ്ടാൽ മതി, അപ്പോഴേ ഓട്ടം പിടിക്കും, ഇവിടെ ഇട്ടേക്കരുത് വേണ്ടാന്ന് പറയും. പക്ഷേ ചക്കക്കുരു ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. ഏത് കറിക്കാണേലും ഇല്ലേ, പാവൻ ചക്കക്കുരു, ഇവിടുത്തെ ചക്കക്കുരു എല്ലാം എന്നെ പ്രാവുമായിരിക്കും കേട്ടോ, ഞാൻ എടുക്കാത്തത് കൊണ്ട് പ്രാവുമായിരിക്കും. ഒരു കാര്യം മറന്നുപോയി പറയാൻ, ഭയങ്കര മഴയായിരുന്നു ഇന്നലെ, ഇടിയും മിന്നലും മഴയായിരുന്നു ഇന്നലെ സന്ധ്യയ്ക്ക് കേട്ടോ. ഇന്നലെ സന്ധ്യയ്ക്ക് മഴയായിരുന്നു, ചുമ്മാ അത് കളിപ്പിച്ചിട്ട് പോയതാട്ടോ. നന്നായിട്ടൊന്നും പെയ്തില്ല, എന്നാലും ശരിയൊന്ന് പെയ്തു. ഞാൻ ഇന്നലെ ആരാണ്ടടെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, അവിടെ മഴ പെയ്തോ ഇവിടെ മഴ പെയ്തോ എന്നൊക്കെ. വീഡിയോ ഒക്കെ ഇച്ചിരിയെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർ. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താലേ എന്തായാലും മുന്നോട്ട് പോകത്തുള്ളൂ നമ്മളൊക്കെ കേട്ടോ. അപ്പോൾ ഇച്ചിരിയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മാത്രം നമുക്ക് കമൻ്റൊക്കെ അയക്കുക കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ കണ്ടെന്നും വെച്ച് കമൻ്റ് ഇട്ട് പോയാൽ ഒരു ദൈവദോഷം കേട്ടോ. അത് സുപ്പുവിനോട് ചെയ്യുന്ന വല്ലാത്തൊരു ചതിയാണ്. ഇച്ചിരിയെങ്കിലും ഒന്ന് കാണണം കേട്ടോ, ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ആർക്ക് നമ്മൾ വീഡിയോ കണ്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവരെ നമ്മൾ ചതിക്കരുത്. ചതി മാത്രം ഈ സുപ്പുവിന് ഇഷ്ടമല്ല കേട്ടോ. ഇച്ചിരിയെങ്കിലും ഒന്ന് കണ്ട് നമ്മളെന്താ ചെയ്യുന്നേ അതിനൊരു നല്ലൊരു കമൻ്റൊക്കെ ഇട്ട്, നമ്മളങ്ങനെയല്ലേ വിഷമിപ്പിക്കാനായിട്ട് ആർക്കും കമൻ്റൊന്നും ഇടരുത് കേട്ടോ. ഞാനങ്ങനെ ആരെയും വിഷമിപ്പിക്കാനായിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തത്തേ ഇല്ല കേട്ടോ. അവർക്ക് ഇച്ചിരി ഒരു സന്തോഷം, പിന്നെ നമുക്ക് ഒത്തിരി സ്നേഹം വരുമ്പോൾ കള്ളിപ്പെണ്ണേ കൊച്ചു പെണ്ണേ അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതൊക്കെ എനിക്കിഷ്ടം കേട്ടോ. ഒത്തിരി സ്നേഹം വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ. എത്ര നമ്മളെക്കാട്ടിലും ഒത്തിരി പ്രായമുള്ളവരുടെ ആണെങ്കിലും ഞാൻ കമൻറ്റിൽ എങ്ങനെ കള്ളിപ്പെണ്ണേ എന്നൊക്കെ പറയും. അതൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്തോന്ന്. ഇഷ്ടപ്പെടാതിരിക്കാനൊന്നുമില്ല, സുപ്പു പാവുമല്ലേ, അവർക്കറിയാം പാവവും കൊച്ചാണ്, അതുകൊണ്ട് ഇഷ്ടമാവുമായിരിക്കും അല്ലേ. കഥയും പറയും ദേ സുപ്പു ചക്ക എല്ലാം നുള്ളി പറക്കി ഇവിടെ കേട്ടോ. ചക്ക വേണോ, ഇന്ന് വന്നാൽ ഞാൻ ചക്ക വേവിച്ചത് തരാം. നാളെ പറയരുത് ഈ സുപ്പു ഒന്ന് ചോദിച്ചതുപോലുമില്ല, ഞങ്ങൾക്ക് ഇച്ചിരി ചക്ക തന്നില്ലെന്ന് ആരും പരാതി പറഞ്ഞേക്കരുത്. എനിക്ക് പരാതി പറയുന്നതേ ഇഷ്ടമല്ല, പരാതി പെട്ടികളോട് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. എന്ത് എളുപ്പത്തിനാണെന്ന് സരസുനെ കൊണ്ടുപോയി കാണിക്കണം ഈ ചുളയൊക്കെ ഞാൻ നുള്ളിപ്പറക്കിയത്. വറക്കാൻ കൊള്ളാവോ എന്തോന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് വറക്കണ്ട, നമുക്ക് വേവിക്കാം. കിട്ടാത്ത സാധനമല്ലേ. ഇന്ന് പിന്നെ മോരുകറിയുണ്ട്, എനിക്ക് മോരുകറി ഭയങ്കര ഇഷ്ടം കേട്ടോ. ചക്കയും മോരുകറിയും ഭയങ്കര ഇഷ്ടം. പിന്നെ പുഴുങ്ങി തിന്നും കേട്ടോ. ഇവിടെ അത്ര പുഴുങ്ങുന്നതിനോട് അത്ര, ഞാൻ വന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് വന്ന സമയത്തൊക്കെ ഞാനിവിടെ പുഴുങ്ങുമായിരുന്നേ, ചക്കച്ചോള എടുത്ത് പുഴുങ്ങുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങ് അത്ര ഇതല്ല കേട്ടോ ഈ പുഴുങ്ങുന്നത്. പുഴുക്കെന്ന് പറയുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ആവിയിലും അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അതാണ് ചക്കപ്പുഴുക്ക് കേട്ടോ. അല്ലാതുള്ള വേവിക്കുന്നതല്ല, കുഴച്ചെടുക്കുന്നതല്ല ഞാൻ പറഞ്ഞേ. ഇങ്ങനെ ഓരോ ചോള ഇങ്ങനെ കഴുകി നമ്മൾ ഇട്ടിട്ട് തേങ്ങ തിരികെ നന്നായിട്ട് അതിൻ്റെ തേങ്ങാപ്പാലും ആ തേങ്ങയുടെ ഇതും എല്ലാം കൂടി ഇട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കും അങ്ങനെ കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇതിനകത്ത് അരക്കിനും കളയണം. മണ്ണെണ്ണയൊന്നുമില്ല പിള്ളേരെ, മണ്ണെണ്ണയൊക്കെ കണ്ട നാളുകൾ മറന്നു. ചക്കപ്പുഴു ഗുണമല്ല കേട്ടോ. അപ്പോഴത് ഇവിടെ ഇരിക്കട്ടെ, അമ്മ നോക്കട്ടെ, നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ പോകട്ടെ. 2 പേപ്പർ മതി നമുക്കിങ്ങനെ ഒരു ഇതും മതി. നമുക്ക് എളുപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അരിയുന്നതൊക്കെ പിന്നെ ഞാൻ നുള്ളി പറക്കിയതേ ഉള്ളൂ കേട്ടോ. അരിയുന്നത് ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് അരിയാം.
ആദ്യം ഇതിനകത്തെ ഈ ചിലർ തീക്കകത്ത് കൊണ്ടുവയ്ക്കും. നമ്മുടെ ഗ്യാസിനകത്ത് ഇങ്ങനെ എണ്ണ തേച്ച് കൊണ്ടുവച്ചാൽ മതി. ഇതിനകത്ത് എന്താ ഈ അരക്കങ്ങ് പോകും. പക്ഷേ ഇങ്ങനെ പറയുന്ന നമ്മുടെ സരസുമൊക്കെ പറയുന്നത് പിച്ചാത്തിയുടെ പിച്ചാത്തിയുടെ ആ മൂർച്ച അങ്ങ് പോകാമെന്നാണ് പറയുന്നത്. ഞാനും അങ്ങനെ എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിന് നമ്മൾ ഈ അരക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ തൂത്തിട്ട് ഗ്യാസിൻ്റെ അവിടോട്ട് ഇങ്ങനെ തീ പിടിപ്പിക്കും. അപ്പോഴതിനകത്ത് ആ കറയങ്ങ് പോകും. ആ ക്ഷീണിച്ച് കേട്ടോ, ചക്ക തുള്ളിപ്പറക്കി ക്ഷീണിച്ചു. നമുക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കും. ഇനിയിപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേനും ഭയങ്കര വെയിലാവും കേട്ടോ. ഇതെന്ന് അപ്പോഴും ഞാൻ തീരടുത്തൊക്കെ അരി കണ്ട സരസ് വേണ്ട, ഇതൊന്ന് തീരടുത്തൊക്കെ കൊണ്ടുവച്ച് ഇതിനകത്ത് അരക്കൊക്കെ ഞാനൊന്ന് കളയട്ടെ. അപ്പോഴും നമ്മുടെ ഇന്നത്തെ ചക്ക വെട്ടിപ്പറക്കൊക്കെ കഴിഞ്ഞു. വേവിക്കുന്നത് ഞാൻ നാളെ കാണിക്കാം കേട്ടോ. നമുക്കത് നാളെ വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. ഇത് നമ്മൾ ഒത്തിരി സമയമായെന്ന് തോന്നുന്നു ചക്ക വെട്ടിപ്പറക്കിയത് തന്നെ. വെട്ടിപ്പറക്കാനൊന്നും ഒരു ചക്കയൊന്നും നമ്മൾ നുള്ളി പറക്കിയില്ല, കറക്റ്റ്. ഇപ്പോഴത്തെ കയ്യിലൊന്നും അരക്ക് പറ്റിയിട്ടില്ല. തുണി വെച്ചങ്ങ് തുടച്ച് നമ്മൾ വെള്ളം വെച്ച് ആക്കിയ പിന്നെ കുഴഞ്ഞിരിക്കും. ഞാൻ തുണി വെച്ച് ഇങ്ങനെ തുടയ്ക്കും. ഒരു ചക്ക തിന്ന് നോക്കാം, തിന്നും തോന്നും. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ സുപ്പിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. തെറ്റിപ്പോകുന്നു കേട്ടോ, വായിൽ ചക്കച്ചോളം അടക്കുന്നതുകൊണ്ട് തെറ്റിപ്പോവാം. കൊണ്ടുവയ്ക്കട്ടെ, പിന്നെ അരിയുന്നുള്ളൂ. ഇങ്ങനെ പറക്കി വെച്ചാൽ ജോലി അങ്ങ് കുറയുമല്ലേ. ഇത് പശുമാമയ്ക്കാണ്. ഇവിടെ തേനെടുത്ത് വക്കത്തെല്ലാം അവിടെ ഇരിക്കുന്നത് കേട്ടോ. തേൻ്റെ എടുത്ത വക്കത്തെല്ലാം അവിടെ ഇരിക്കുന്നത്. ഒരു പശുമാമയ്ക്ക് കൊടുക്കാം നമുക്ക്. പാവം പശുമാമയല്ലേ. ഒഴിഞ്ഞ് സൂക്ഷിച്ച്